പ്രിയമുള്ളവരെ നമസ്കാരം. എത്ര സന്തോഷകരമായ ഒരു നിമിഷമാണ്. പ്രവാസിയായ തൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നപ്പോൾ ഭർത്താവ് അയക്കുന്ന സാമ്പത്തികത്തിൽ നിന്നും അല്പം സാമ്പത്തികം മാറ്റിവെച്ച് ഒരു വാഹനമെടുത്ത് ഭർത്താവിന് സമ്മാനമായി കൊടുത്ത ആ ഭാര്യയെ ഒപ്പം തൻ്റെ മക്കളും ചേർന്ന് ആ വണ്ടി കൈമാറുന്ന ആ രംഗം ഒന്ന് കണ്ടുപോയിക്കുക. അയക്കുന്ന പൈസ വെച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത. എൻ്റെ ലൈഫിൽ ഒരുപാട് വാഹനങ്ങൾ ഞാൻ ഡെലിവറി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഡെലിവറി ആദ്യമായിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചേട്ടൻ മിനിങ്ങാന്നാണ് ദുബായിൽ നിന്ന് വന്നത്. അപ്പം ചേച്ചി ഒരു മാസം മുന്നേ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഓരോ വണ്ടികളും ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അപ്പം ലാസ്റ്റ് ചേച്ചിക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വണ്ടി ഓക്കെ പറഞ്ഞു. ഈ നിമിഷം വരെ ആയിട്ട് ഇപ്പോഴാണ് ചേട്ടായി വണ്ടി എടുത്ത കാര്യം അറിയുന്നത്. ഞാനിവിടെ കൊണ്ടുവരുമ്പോൾ ഇവര് റെന്റേ കാർ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടായിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി റെന്റേ കാർ ഇന്ന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞു തന്നത്. പക്ഷെ വണ്ടി എടുത്ത കാര്യം അല്ലേടേ ഇപ്പോഴാണ് അറിയുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ. അപ്പൊ ചേട്ടേ എന്താണ് പറയാനുള്ളത്? ഞാൻ റെന്റൽക്കാരന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടൻ വരും, കാറ് വന്ന് ഡെലിവറി ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഈ കാറ് സ്വന്തമാക്കി എന്നുള്ളത് വളരെ എന്താ പറയാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. കാരണം ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്നും അവളത് സേവ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും എന്താ പറയാ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വന്തമായിട്ടൊരു വാഹനം അവള് സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇങ്ങനെ എന്താ പറയാ അയച്ചു കൊടുക്കുന്ന പൈസ സേവ് ചെയ്ത് ചേട്ടായി അറിയാതെ സേവ് ചെയ്ത് എടുത്ത് വെച്ച പൈസ കൊണ്ടാണ് വണ്ടി എടുത്തത്. മാസ ചെലവിനുള്ള പൈസ മാത്രം ഞാൻ അയച്ചു കൊടുക്കാറുള്ളൂ. അതിന്ന് സേവ് ചെയ്തിട്ട് അവൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവള് ഭയങ്കര. അതെ അതെ. എന്താണെങ്കിലും ഇനി നമുക്ക് നമ്മുടെ ചേച്ചീന്റെ വാക്കുകൾ കേൾക്കാം. എന്താണ് പറയാനുള്ളത്? ചേച്ചീന്റെ കണ്ണ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്താ ചേച്ചി പറയാനുള്ളത്? പറഞ്ഞോളൂ. അല്ല പറഞ്ഞു ചേച്ചി പറഞ്ഞു. ചേച്ചി കരയാണ് കേട്ടോ. ഏട്ടനൊരു കാറ് വേണം എപ്പോഴും പറയാറുണ്ട്. പുതിയത് വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതിന് ഏട്ടൻ അയക്കുന്ന പൈസ മിച്ചം വെച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊടുത്ത. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ഏട്ടനിങ്ങനെ വിഷ് കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചേച്ചിക്ക് എന്താണെങ്കിലും അതും ആ ഒരു വണ്ടി കൊടുക്കാൻ പറ്റിയതിൽ എനിക്കും വലിയൊരു ഭാഗ്യമാണ്. കാരണം സുന്ദരമായ നിമിഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.